ഇന്ന് ഞാൻ എൻ്റെ കേക്കിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചാലോ. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, കുറേ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ സെയിൽ പിടിക്കുന്നത്? ഇപ്പോൾ എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കാലമാണല്ലോ. കുട്ടികൾ വരെ കേക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു അത്രയും കോമ്പറ്റീറ്റീവായ ഒരു ഫീൽഡിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ? അതെന്താണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം അത് ആത്മാർത്ഥമായി ചെയ്യുക. പിന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏറ്റവും പ്രീമിയം സാധനങ്ങളാവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പൈസ നോക്കി ഏറ്റവും ചീപ്പ് അങ്ങനെ ഞാൻ വാങ്ങിക്കാറില്ല. നമ്മുടെ പ്രോഫിറ്റ് മാർജിന് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ കൊടുക്കുന്നത് ഒരു ഫുഡ് ഐറ്റമാണ്, ഒരു എസെൻഷ്യൽ ഫുഡ് അല്ലെങ്കിലും ഒരാളുടെ സന്തോഷത്തിൻ്റെ സമയത്ത് അവർ കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റം അവർ കൊള്ളാം എന്ന് പറയണമെങ്കിൽ അത് അത്രയും ബെസ്റ്റായിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഏറ്റവും പ്രീമിയം സാധനം ഉപയോഗിച്ച് ചെയ്താൽ തന്നെ അതൊരു വെറൈറ്റി ആവുള്ളൂ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്രീമാണെങ്കിൽ പോലും സാധാരണ ഒരു ഷോപ്പിൽ പോയിട്ട് എൻ്റെ ക്രീമിൻ്റെ ബ്രാൻഡ് ചോദിച്ചാൽ അത് അവിടെ ഉണ്ടാവാറില്ല. പകരം ഞാൻ സ്ഥിരം എടുക്കുന്ന ഷോപ്പിലേക്ക് ഒരു 2 ആഴ്ച മുന്നേ വിളിച്ച് പറഞ്ഞ് അവർ സ്റ്റോക്ക് എത്തിച്ച് തരാണ് ചെയ്യുക. കാരണം എക്സ്പെൻസീവ് ആയതുകൊണ്ട് എല്ലാവരും ഒന്നും അത് വാങ്ങി കൊണ്ടുപോകില്ല എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ബൾക്കായിട്ട് എടുക്കുന്നത് കൊണ്ട് അവരങ്ങനെ സാധനം എത്തിച്ച് തരാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് വെച്ചാൽ, ഞാൻ പെട്ടെന്നൊരു ദിവസം കൊണ്ടൊരു ഹോം ബേക്കർ ആയതോ പെട്ടെന്നൊരു ദിവസം എനിക്ക് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടിയതോ ഒന്നുമല്ല. ഇതിനെപ്പറ്റി പഠിച്ച് ഇതിന് വേണ്ടി പഠിക്കാൻ വേണ്ടി പൈസ ചിലവാക്കി, പിന്നെ ഇതിൻ്റെ സാധനങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കി, അങ്ങനെ ഇത്രയും പൈസ ചിലവാക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. കാരണം നമ്മൾ കേൾക്കാറില്ലേ, നമ്മൾ ആത്മാർത്ഥമായ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ഈ യൂണിവേഴ്സ് തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. പിന്നെ പടച്ചോനൊരു മിറക്കിൾ കാണിക്കും. ആ മിറക്കിളാണ് എൻ്റെ കേക്ക് ബിസിനസ്. കാരണം അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ച് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ പോരാഞ്ഞിട്ടാണോ ഇനിയിപ്പോൾ കേക്കിൻ്റെ പരിപാടി എന്നൊക്കെ പല കമൻസും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആ പറഞ്ഞവർ തന്നെ പിന്നെ മിണ്ടാതിരുന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക്